നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 31 തീയതി 1200 ആണ്ട് കർക്കിടക മാസം 15 തീയതി വ്യാഴാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രമാണ്. അതുപോലെ ഇന്നത് ശുഭവാരവുമാണ്. വ്യാഴാഴ്ച. വ്യാഴം എന്ന് പറയുമ്പോൾ ശരിക്ക് നക്ഷത്ര ഗുരുവാണ് വ്യാഴം. ദേവഗുരുവായ ബൃഹസ്പതിയാണ് വ്യാഴം. എല്ലാ ദേവന്മാരും ബഹുമാനിക്കുന്ന ആളാണ് ബൃഹസ്പതി. ദേവമന്ത്രിയാണ്. അതുമാത്രമല്ല, ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ബലവാനും വ്യാഴം തന്നെയാണ്. ആ വ്യാഴാഴ്ചയും ശുഭനക്ഷത്രമായ ചിത്തിരയും ഒത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ള ചിത്തിര നക്ഷത്രം വന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം വളരെ ഭാഗ്യദായകമായി തീരും. സാമ്പത്തിക പുരോഗതി, അതുപോലെ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരിക, പ്രശസ്തി ഉണ്ടാവും, സദ്ഗുരു സംഗമം, അതായത് നല്ല നല്ല ആൾക്കാരുമായിട്ട് സംസാരിച്ച് സംഗമിക്കാനിട വരും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് എന്നറിയുക. അപ്പം നിങ്ങൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചോളുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി തിരിക്കണം. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 2 മണി 4 മിനിറ്റ് തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 3 മണി 36 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. രാവുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് യാത്രയ്ക്ക് പാടില്ല. ബാക്കി ശുഭകാര്യങ്ങൾക്ക് പാടില്ല, എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. യാത്രയ്ക്ക് ഒരു ശുഭകാര്യത്തിന് എടുക്കാത്ത 2 സമയങ്ങളേ ഉള്ളൂ: യമകണ്ഠനം, ഗുളികനും. അല്ല, ഇന്ന് ഗുളികകാല സമയം വരുന്നത് 9:24 തൊട്ട് 10:58 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:18 തൊട്ട് 7:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:07 തൊട്ട് 12 മണി 55 മിനിറ്റ് വരെ 48 മിനിറ്റ് ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. മഞ്ഞ കളറോ ഗോൾഡൻ കളറോ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചു കൊണ്ട് പോകുന്നത് വ്യാഴത്തിൻ്റെ പവർ നമ്മളിലേക്ക് കൂട്ടാനും പ്രപഞ്ചത്തിൽ നിന്ന് വ്യാഴത്തിൻ്റെ എനർജി സ്വീകരിച്ച് നെഗറ്റീവ് എനർജി പുറന്തള്ളാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.